Good evening to all. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പേപ്പർ 2-ന്റെ അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അടങ്ങുന്ന ഒരു ഫ്രീ വെബിനാർ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിവിടെ ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിരിക്കുന്നത് വർഷങ്ങളുടെ അധ്യാപക പരിചയമുള്ള UGC നെറ്റ് ക്വാളിഫൈഡ് ആയ മിസ്റ്റർ അഫ്സൽ CP ആണ്. വെൽക്കം അഫ്സൽ സർ ടു ദ വെബിനാർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓഡിബിൾ ആണോ? യെസ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ. സോ ആദ്യമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു UGC നെറ്റ് ഓറിയന്റേഷൻ സെഷനിലേക്ക് എൻ്റെ പേരിലും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അഫ്സൽ. 2015 ബീഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി പഠനം പൂർത്തിയാക്കി 2022 വരെ മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഗസ്റ്റ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 ആദ്യമായിട്ട് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അതിനുശേഷം 2020 UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. 2021 നടന്ന UGC നെറ്റ് എക്സാമിലായിരുന്നു JRF ക്വാളിഫൈ ചെയ്തത്. 2022 മുതൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് ഫുൾ ടൈം PhD ചെയ്യുന്നു. 2020 മുതൽ കേരളത്തിൽ തന്നെ പല UGC നെറ്റ് കോച്ചിങ് സെന്റേഴ്സിലും അതുപോലെ തന്നെ PSC കോച്ചിങ് സെന്ററുകളിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ മെന്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 2004 മുതൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പേപ്പർ 2, പേപ്പർ 3, അതുപോലെ തന്നെ ISR നടത്തിയുള്ള എക്സാമുകൾ, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എക്സാമുകൾ, അതുപോലെ തന്നെ കേരള PSC നടത്തിയുള്ള കമ്പ്യൂട്ടർ സയൻസ് എക്സാമുകളുടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പലതവണ റിവൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള നല്ലൊരു ബോധ്യമുണ്ട്. അത് ഒരു പരിധിവരെ JRF കിട്ടാനും അതിനുശേഷം എഴുതിയിട്ടുണ്ടായിരുന്ന PSCകളിലൊക്കെ മുന്നിൽ റാങ്ക് ലഭിക്കാനൊക്കെ സഹായമായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്നെ നിങ്ങളുടെ മുന്നിൽ റിസോഴ്സ് പേഴ്സണായിട്ട് എത്താൻ എനിക്കുണ്ടായിരുന്ന യോഗ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് PPT-യിലേക്ക് പോവാം. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് PPT വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീം കാണുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൽ വോയിസ് കുറച്ച് വെച്ചിട്ടുണ്ട് യൂട്യൂബിലെ വോളിയം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സോ നമുക്ക് ഇന്നത്തെ അജണ്ടയിലേക്ക് പോവാം. ബേസിക് ആയിട്ട് UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 ഇൻഫോർമേഷൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുന്നില്ല. കാരണം നമ്മുടെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിന് കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണം, നമുക്കത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ചലഞ്ചുകളെ നമുക്ക് മറികടക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ UGC നെറ്റ് JRF ക്രാക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായുള്ള സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ ആ UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏത് രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യണം, നമ്മുടെ മുന്നിലുള്ള സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു പ്ലാൻ നമുക്ക് ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആയുള്ള പല പ്ലാറ്റ്ഫോമുകൾ, പല ബുക്കുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് റിസോഴ്സിൽ പറയുന്നത്. അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, UGC നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്ത ആളുകൾ കിട്ടാൻ സാധ്യതയുള്ള ജോലി സാധ്യത, ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധ്യതകളൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ ജസ്റ്റ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. കാരണം ഇത് ഐ തിങ്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറേയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാം, കോളേജിൽ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ലെക്ചർഷിപ്പ് കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് UGC നെറ്റ്. 6% ആളുകൾക്ക് UGC നെറ്റ് കിട്ടും. 1% ആളുകൾക്ക് മാത്രമാണ് JRF കിട്ടുക. അതും അപ്പിയർ ചെയ്യുന്ന ആളുകളുടെ ഒരു പെർസെന്റേജ് വെച്ചിട്ട്. അതുപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി PG പെർസ്യൂ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ
അത് ജനറൽ കാറ്റഗറിയിൽ 55%, 50% റിസർവേഷൻ കാറ്റഗറി. ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ പേപ്പർ 1 പേപ്പർ 2 ഒക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയോ. ഇവിടെ ഒന്നും നമുക്ക് കൂടുതൽ പറയാനില്ല. സോ വൈ UGC നെറ്റ് ഓർ JRF? എന്തുകൊണ്ട് നമ്മൾ നെറ്റ് അല്ലെങ്കിൽ JRF എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാം ഓരോ വർഷവും 2 സമയം ഈ ഒരു നെറ്റ് എക്സാം നടക്കുന്നുണ്ട്. നമുക്ക് 6 മാസം കൂടുമ്പം ഒരു വർഷത്തിൽ നെറ്റ് എക്സാം വരുന്നുണ്ട്. കോവിഡ് കാരണം 1-2 പ്രാവശ്യമൊക്കെ മെർജ് എക്സാം ഒക്കെ നടന്നെങ്കിലും വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഇനി വരാനുള്ള എക്സാമുകൾ നമുക്ക് എങ്ങനെ അതിനെ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ അടുത്തൊരു അറ്റംപ്റ്റിൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇവിടെ പറയുന്നത്. സോ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലെക്ചർ ആവാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് നമ്മൾ UGC നെറ്റ് ലഭിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അഥവാ കോളേജുകളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് ലെക്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ട മിനിമം യോഗ്യതയാണ് UGC നെറ്റ്. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടത് PhD ആണ്. സോ നമുക്കറിയാം PhD എന്ന് പറഞ്ഞാൽ മിനിമം 3 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ സമയം നമ്മൾ ഇരുന്ന് ഒരു ടോപ്പിക്കിൽ നമ്മൾ ഗവേഷണം നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രിയാണ് PhD എന്നുള്ളത് നമുക്കറിയാം. സോ ആ PhD-നേക്കാളും നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും UGC നെറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജിക്ക് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ലെക്ചർഷിപ്പ് കിട്ടാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത കിട്ടുന്നുള്ളതാണ് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ PhD-ക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പ്രയോറിറ്റി കൂടെ കൂടുന്നുള്ളതാണ്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാലും അവിടെ നെറ്റ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കിട്ടും എന്നുള്ളതാണ്. അഡ്മിഷൻ ലഭിക്കാനും കുറച്ചും കൂടെ പ്രയോറിറ്റി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സിലൊക്കെ നമുക്ക് ഫണ്ടഡ് പ്രോജക്റ്റിൽ നമുക്ക് പ്രൊജക്ട് ഫെലോ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ PhD ചെയ്യുന്ന സമയത്തും ഒരു പക്ഷേ നമ്മുടെ ഗൈഡിനോ അല്ലെങ്കിൽ നമ്മൾ പല സൂപ്പർവൈസർമാർക്കും പ്രൊജക്ട് കിട്ടുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പം അവർക്ക് പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു JRF സ്കോളറിന് കിട്ടുന്ന അതേ ഫെലോഷിപ്പ് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം വേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC നെറ്റ് ക്വാളിഫൈ ആവണം എന്നുള്ളതാണ്. സോ നമുക്ക് ഫണ്ടഡ് പ്രൊജക്ടുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ 2023 വന്നിട്ടുള്ള PhD റൂൾ പ്രകാരം UGC-യുടെ പുതിയൊരു ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 60% ആളുകൾക്ക് നമ്മൾ UGC നെറ്റ് ഉള്ള ആളുകൾക്കാണ് PhD-ക്ക് വേണ്ടിയിട്ട് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ആ 60% ആൾ വന്നിട്ടില്ലെങ്കിലാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾക്ക് PhD-ക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 60% എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു PhD-ക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കൂടിയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയാം. ഇനി JRF നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജസിലൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ നമ്മളെ കൺസിഡർ ചെയ്യാനുള്ള പ്രയോറിറ്റി കൂടും എന്നുള്ളതാണ്. നെറ്റാണ് അടിസ്ഥാന യോഗ്യത എങ്കിൽ പോലും ഒരു JRF ഉള്ള ആളും ഒരു നെറ്റ് ഉള്ള ആളും കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു JRF ഉള്ള ആളെ സെലക്ട് ചെയ്യാനാണ് അവിടെ കൂടുതൽ ചാൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രയോറിറ്റിയാണ്. ഒരു JRF ഉള്ള ആൾ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ലെക്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നെറ്റുള്ള ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം PhD ചെയ്യാൻ പറ്റും വിത്ത് ഫെലോഷിപ്പോട് കൂടിയിട്ട്. അപ്പൊ ഇവിടെ ഫെലോഷിപ്പിന്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന, ഒരു ഗവൺമെന്റ് ജോലിക്കാരന് കിട്ടുന്ന അത്രയും നല്ലൊരു സാലറി പോലെ നമുക്ക് ഓരോ മാസവും ഫെലോഷിപ്പ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ ഓരോ മാസവും നമുക്ക് ഫെലോഷിപ്പ് ആയിട്ട് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് PhD ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 37,000.
അതിന്റെ പുറമെ നമുക്ക് ഓരോ മാസവും കണ്ടിജൻസി ഉണ്ട്. ഫസ്റ്റത്തെ 2 വർഷത്തേക്കാണ് ഈ ഒരു 37,000 നമുക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. അതിന്റെ പുറമെ നമുക്ക് മന്ത്ലി നമുക്ക് 1,000 റുപ്പി കണ്ടിജൻസി കിട്ടുന്നുണ്ട്. പ്ലസ് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ സിറ്റിയാണ്. എവിടെയാണോ നമ്മൾ PhD ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഏത് സിറ്റിയിലാണുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് HR കിട്ടുക. നമ്മുടെ ഇന്ത്യയിലുള്ള സിറ്റികൾ XYZ എന്ന് പറഞ്ഞ 3 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. സോ എക്സ് ആവുമ്പം മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ്. ഇന്ത്യയിലാകെ 8 സ്ഥലങ്ങളിലെങ്ങാനാണ് നമുക്ക് ഈ എക്സ് കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് 27% HR. പിന്നെ Y കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ആ സിറ്റികളിൽ കിട്ടുന്നത് 18%. അതുപോലെ തന്നെ Z കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് സിറ്റിയിൽ കിട്ടുന്നത് 9%. സോ ഇവിടെ നമുക്ക് മാക്സിമം നമുക്ക് ഒരു മാസം 45,990 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നതാണ്. ഒരു എക്സ് കാറ്റഗറിയിൽ പെട്ടുള്ള സിറ്റിയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നെങ്കിൽ. ഇനി Y കാറ്റഗറിയിലാണെങ്കിലും ഇത് അറൌണ്ട് നമുക്ക് 43,000 പ്ലസ് നമുക്ക് കിട്ടും. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഒരു മാസത്തെ സാലറി പോലെ നമുക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത്. അറൌണ്ട് 50,000 നമുക്ക് ഫസ്റ്റ് 2 ഇയേഴ്സിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 3 ഇയേഴ്സ് ആകുമ്പോൾ വീണ്ടും നമ്മുടെ ഫെലോഷിപ്പിൽ ഹൈക്ക് ഉണ്ട്. അപ്പം ഈ ഒരു ഹൈക്കൊക്കെ വന്നത് 2023 ജനുവരിയിലാണ്, കഴിഞ്ഞ വർഷം ജനുവരി മുതൽ. സോ നമ്മൾ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ JRF എന്നുള്ളത് SRF ആയി മാറും, സീനിയർ റിസർച്ച് ഫെലോ ആവും. സോ 42,000 നമുക്ക് ഫെലോഷിപ്പ് കിട്ടും. അതിന് പുറമെ കണ്ടിജൻസി നമുക്ക് പെർ മന്ത് 2,000 റുപ്പി നമുക്ക് കിട്ടും. അതിന്റെ പുറമെ HR എന്ന് പറയുമ്പോൾ ഈ 42,000ന്റെ 18% അല്ലെങ്കിൽ 9% അല്ലെങ്കിൽ 27% ഡിപ്പെൻസ് ഓൺ ദ സിറ്റി ഫോർ 3 ഇയേഴ്സിന്. സോ നമുക്ക് അപ് ടു 55,420 വരെ നമുക്ക് മാക്സിമം കിട്ടാം. 55,420 രൂപ വരെ നമുക്ക് മാക്സിമം കിട്ടാം. ഇനിയിപ്പോ അത് എക്സ് കാറ്റഗറി ആണെങ്കിലാണ്. ഇനി Y കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 51,000 പ്ലസ് കിട്ടും. 51,000 പ്ലസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് Y കാറ്റഗറി ആണെങ്കിൽ. അതേപോലെ തന്നെ Z കാറ്റഗറി ആണെങ്കിലും അറൌണ്ട് 50 നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം PhD ചെയ്യുമ്പോൾ. ഇനി ഇതിനും പുറമെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് നോർവേ നമുക്കറിയാം ഗവൺമെന്റ് ജീവനക്കാർക്കൊക്കെ സാലറി ലഭിക്കുന്നത് ഈ മാസത്തെ സാലറി അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതിക്കാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വർഷം ജാനുവരി മുതൽ കുറച്ചും കൂടെ ഏർലി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അഥവാ ഈ മാസത്തെ ഫെലോഷിപ്പ് നമുക്ക് ഈ മാസം കഴിയുന്നതിന് മുന്നേ തന്നെ കിട്ടുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ട് ഫെലോഷിപ്പ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. JRF നേടിയിട്ട് റിസർച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക്. അഥവാ ഈ സെപ്റ്റംബറിലെ ഫെലോഷിപ്പ് ഈ സെപ്റ്റംബർ 27-നോ 28-നോ ഒക്കെ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. പല മാസങ്ങളിലും ആ മാസം പകുതിയാകുന്ന സമയത്ത് വരെ നമുക്ക് ഫെലോഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വലിയൊരു ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ് JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മന്ത്ലി പേയ്മെന്റ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഇതൊന്നും കൂടാതെ ഇതിന് പുറമെ നമുക്കറിയാം ഗവൺമെന്റ് ജീവനക്കാർക്കൊക്കെ ഇൻകം ടാക്സ് പേ ചെയ്യണം. നമ്മൾക്ക് ഇത് ഫെലോഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഫെലോഷിപ്പിന് ഒരിക്കലും ടാക്സ് ബാധകമല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ സംഖ്യ പൂർണ്ണമായിട്ട് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഒന്നും പോകാനൊന്നുമില്ല, ഒന്നും കുറയാനൊന്നുമില്ല, ഫുൾ എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ JRF കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. ഇത് UGC പുറത്തിറക്കിയിട്ടുള്ള പുതിയ സർക്കുലർ ആയിരുന്നു. UGC JRF-ന്റെ പേയ്മെന്റിൽ ഹൈക്ക് വന്ന സമയത്ത് റിവൈസ് ചെയ്ത് ഫെലോഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് സർക്കുലർ ആയിട്ട് നമുക്ക് UGC-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചസിനെ കുറിച്ചിട്ടാണ്. സോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാവും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാത് സമയത്ത് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, നമുക്കുള്ള ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ആണ്. ഇവിടെ അറ്റൻഷൻ എന്ന് ഉദ്ദേശിച്ചത് നമുക്കറിയാം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അറ്റൻഷൻ ബേസ്ഡ് എക്കണോമിയിലാണ് അല്ലെ. നമ്മുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ടും പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മുടെ ലൈഫിലെ വലിയൊരു ശതമാനം നമ്മൾ മൊബൈലിലും അതല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സിലും നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പം നമ്മള് ഇങ്ങനെയുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് UGC നെറ്റ് അതല്ലെങ്കിൽ മറ്റ് PSC എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ
ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വാട്സപ്പ് ടൂൺ വന്നു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഫോണിലേക്ക് പോകും. നമുക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്താണ് ആ മെസ്സേജ് എന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നോക്കുന്നതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മുടെ അറ്റൻഷൻ നമ്മളൊക്കെ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇമ്പോസിബിൾ ആയുള്ള കാര്യമല്ല, പക്ഷെ അത് ഡിഫിക്കൽട്ടിയാണ്. പ്രത്യേകിച്ച് കൂടുതൽ സമയം മൊബൈലിലൊക്കെ ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾ അതൊന്ന് ഡിസ്കണക്ട് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചാലഞ്ചാണ്. സോ അതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഈ ഒരു 8 ചലഞ്ചിൽ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെയും കൂടെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിഫറെന്റ് സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് 10 യൂണിറ്റിലാണ് പേപ്പർ 1 വരുന്നത്. നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എവിടെയും പഠിച്ചിട്ടില്ലാത്ത 10 യൂണിറ്റുകളാണ് നമുക്ക് പേപ്പർ 1 വരുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷന്, കോംപ്രിഹെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് എവിടെയും നമ്മൾ അക്കാഡമിക്സിലൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങൾ ചെറിയ രീതിയിലും മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ആ ഒരു 10 സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ചിങ് ആയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുമ്പം അതിലും നമുക്ക് 10 യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 10 യൂണിറ്റുകളിലായിട്ട് 20 കൂടുതൽ അല്ലെങ്കിൽ 23 കൂടുതൽ സബ്ജക്റ്റുകളാണ് ആ ഒരു 10 യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അത്രയും സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുക. ജനറൽ പേപ്പറിലെ 10 യൂണിറ്റുകൾ പഠിക്കുക. അതിന് പുറമെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അതിന് പുറമെ മറ്റുള്ള പല പ്ലാറ്റ്ഫോമുകളിലും മറ്റുള്ള ബുക്കുകളും നമ്മൾ റെഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യമാണ്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തത്. ഇവിടെ സ്റ്റഡി പ്ലാൻ ഉദ്ദേശമുള്ളത് എന്ത് പഠിക്കണം എന്നും അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്റ്റഡി പ്ലാനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയണം, അത് എങ്ങനെ പഠിക്കേണ്ടതെന്നും അറിയണം. ആ 2 കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതിന് പിന്നീട് നമുക്ക് വേണ്ടത് ഏത് രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സമയം ഇനി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതാണ്. അതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഉദ്ദേശമുള്ളത്. അഥവാ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് മറ്റൊരു ചാലഞ്ച്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഡിസംബർ 2024 UGC നെറ്റ് എക്സാമിന് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തിനടുത്താണ്. ഈ ഒരു 3 മാസത്തിനടുത്ത് നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. നമുക്ക് ഒരു ദിവസം ഏതൊക്കെ കാര്യങ്ങളെ ഏതൊക്കെ രീതിയിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വരുന്ന ജൂണിലേക്കാണ് 2025 ജൂണിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മറ്റൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോ 2024 ഡിസംബറിൽ നടക്കുന്ന എക്സാമിലേക്കാണെങ്കിൽ നമുക്ക് 3 മാസമേ ഉള്ളൂ. 2025 ജൂണിലാണെങ്കിൽ 8 മാസമുണ്ട്. സോ നമ്മളെ മുന്നിലുള്ള സമയത്തിനനുസരിച്ച് നമ്മുടെ ലെവലിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് വലിയൊരു ചാലഞ്ചാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ മുന്നിലുള്ള. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അതല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളോ ആയിരിക്കും. അപ്പം നമ്മുടെ ലൈഫില് ഒരു ദിവസത്തിന്റെ 1/3% നമ്മൾ ഉറങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ബാക്കി ഒരു 1/3% ഒരുപക്ഷെ നമ്മുടെ ജോലിയോ അതല്ലെങ്കിൽ നമ്മുടെ പഠനവുമായിട്ട് വന്നിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. ബാക്കി ഉള്ള 1/3 വേണം നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കൊടുക്കാൻ. അപ്പം ആ ടൈമിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വലിയ ചലഞ്ചാണ്, പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പം ആ ഒരു ചലഞ്ച് നമുക്ക് എങ്ങനെ മറികടക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. പല പ്ലാറ്റ്ഫോമുകളുള്ള പേപ്പേഴ്സിലൊക്കെ പല ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചിട്ടുണ്ട്, മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യനും ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ പല എക്സ്പ്ലനേഷനും ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. കറക്റ്റ് ആയിട്ട് ആൻസർ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ചലഞ്ചാണ് എക്സാം ഹാളിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്.
എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം പ്രത്യേകിച്ച് PSC-യിലൊക്കെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ അവസാനം കഴിഞ്ഞ HSST-യിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പല ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയതൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ടൈമിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചാലഞ്ചാണ്. അപ്പം ഈ ചാലഞ്ചസിനെയൊക്കെ നമ്മൾ മറികടക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രിക്സും അതുപോലെ തന്നെ കുറച്ച് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് വരാൻ പോകുന്ന ഒരു UGC നെറ്റ് 2024 നടക്കാൻ പോകുന്ന UGC നെറ്റ് എക്സാം എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാതെ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്യുക. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം ഞാനൊക്കെ JRF ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ ഒരു വിഷൻ സെറ്റ് ചെയ്ത് അതിലേക്കുള്ള ഒരു മിഷൻ ആയിരുന്നു JRF എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരു വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരുപാട് മിഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിഷൻ കഴിഞ്ഞാലേ അടുത്തൊരു മിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ ഒരു വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് എന്റെ ഒരു വിഷൻ ഒരു ഗവൺമെന്റ് കോളേജിൽ ലെക്ചർ ആവുക എന്നുള്ളതാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആദ്യം ഞാൻ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ UGC നെറ്റ് ക്വാളിഫൈ എന്നുള്ളതായിരിക്കും. കാരണം അതാണ് ഏറ്റവും അടിസ്ഥാന യോഗ്യത. UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ ഈ പല എക്സാമ്പിളും അനലൈസ് ചെയ്യുന്നത് നമുക്കറിയാം എന്താണ് അവസാനമായിട്ട് കഴിഞ്ഞത്, ഇനി വരാൻ എത്ര കാലമുണ്ട്. ഇപ്പം 2016-17 കോളേജിയറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് 2018-ലാണ്. 17-18 രണ്ട് എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 23 അല്ലെങ്കിൽ 24 ശേഷമായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മുന്നേ ഉള്ള പാറ്റേൺ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആകുമ്പോഴാണ് അടുത്തൊരു എക്സാം വരാൻ. സോ ഒരു 2018 നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ 24 നമ്മൾ സപ്പോസ് നെറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇനിയും സമയം ഉണ്ടെങ്കിൽ അടുത്ത ഒരു അതിലേക്ക് എത്തുന്ന ആ ഒരു സമയം വരെ അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു മിഷൻ സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് 2018 നെറ്റ് ക്വാളിഫൈ ചെയ്തു, 2024 എക്സാം വരിക എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അടുത്തൊരു മിഷൻ എന്ന് പറഞ്ഞാൽ JRF ആയിരുന്നു. JRF കിട്ടിയപ്പം അടുത്തൊരു മിഷൻ PhDക്ക് ജോയിൻ ചെയ്തുള്ളതായിരുന്നു. PhDക്ക് ജോയിൻ ചെയ്തപ്പം നെക്സ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം PSCകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോ മിഷൻ കവർ ചെയ്തിട്ടേ നമ്മുടെ വിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷനും മിഷനും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് എന്താവണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളൊരു വിഷൻ, അതിലേക്കുള്ള ഒരു പാത്ത് മിഷൻ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അതിലൊരു മിഷനായിട്ട് ഈ ഒരു UGC നെറ്റ് എക്സാമിന് നിങ്ങൾ കാണണം. ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ സയൻസിൽ മുന്നൊക്കെ 2018 മുന്നിലുള്ള കാലങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് കിട്ടിയ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പൊ അന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അല്ലെങ്കിൽ അത് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ലെവലുള്ള ആളുകൾ ആ രീതിയിലൊക്കെ ആയിരുന്നു സമൂഹം കണ്ടിട്ടുണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് അത് മാറാൻ തുടങ്ങി. 2018 ശേഷം പിന്നെ കുറച്ചും കൂടെ ആളുകൾക്ക് നെറ്റ് കിട്ടാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും JRF എന്ന് പറയുന്നത് വലിയൊരു കറമ്പയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നമ്മുടെ മൈൻഡ് സെറ്റും ഒന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് JRF-ലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോയത് അല്ലെങ്കിൽ സാധിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. JRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് അക്കാഡമിക് റെക്കോർഡിനെ ബേസ് ചെയ്തിട്ടോ നമ്മുടെ ലെവലിനെ ബേസ് ചെയ്തിട്ടോ ഒന്നും കിട്ടുന്ന ഒരു സാധനമല്ല. നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളെ കോൺഫിഡന്റോട് കൂടിയിട്ട് നമ്മളെ എഴുതിയെടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡിലൊന്നും ഒരു കാര്യമില്ല ഈ ഒരു JRF ക്വാളിഫൈയുമായിട്ട് ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഡിറ്റർമിനേഷൻ വേണം എന്നുള്ളതാണ്. വെറും ഡിറ്റർമിനേഷൻ പോരാ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ തന്നെ വേണം, അഥവാ ദൃഢനിശ്ചയം തന്നെ വേണം എന്ന് പറയുന്നത് അടുത്ത 2024 വരുന്ന UGC നെറ്റ് എക്സാമിൽ JRF ക്വാളിഫൈ ചെയ്യും എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹമായിട്ട് മാത്രം നിൽക്കുമ്പോഴാണ് ഇതിന് പ്രശ്നമുള്ളൂ. നമുക്ക് കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു അറ്റംപ്റ്റ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ 2024 ഡിസംബറിൽ തന്നെ JRF കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ മറ്റുള്ള എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലേക്കുള്ള ആദ്യപടി നമ്മൾ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റും. അപ്പം നമ്മൾ ആ രീതിയിലുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം എന്നുള്ളതാണ്
മറ്റൊരു കാര്യം. നമ്മളെ കുറെയൊക്കെ ഈ ഇങ്ങനെയുള്ള എക്സാമ്പിളുടെ ഒക്കെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഈ വിജയിച്ചുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ടോക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ആളുകൾക്കും ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പല മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവും, പല ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും, പല ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാവും, പല ഒപ്പം പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അറിയുന്നത് ആളുകൾ ആയിട്ടുള്ള ആളുകളുടെ അവർക്ക് കിട്ടിയുള്ള വിജയങ്ങളൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മളെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ സ്റ്റഡി പ്ലാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ആ കാര്യങ്ങൾ നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പേപ്പർ 2 അതിലുള്ള ടോപ്പിക്കുകൾ, ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു 23 കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിലുള്ള ഓരോ സബ്ജക്റ്റുകളും ഫുള്ളായിട്ട് കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ കവർ ചെയ്തതായിട്ടുള്ള ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആരും തന്നെ കംപ്ലീറ്റ് കോഴ്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടല്ല JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ ഒരു 6 മന്ത് അല്ലെങ്കിൽ ഏകദേശം ഒരു 8 മന്ത് ഒക്കെ നമുക്ക് സമയം വേണ്ടി വരും. പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുക എന്നുള്ളതിന് ഉപരി നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമുള്ളതും പ്രയോറിറ്റി കൂടിയതുള്ള ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 2 നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും സ്ലൈഡുകൾ പറയുന്നുണ്ട്. ദെൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം അത് ഏത് രീതിയിൽ നമുക്ക് പ്രിപ്പറേഷനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും സ്ലൈഡുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോക്ക് ടെസ്റ്റുകളും മാക്സിമം അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകൾക്കും പറ്റുന്ന ഒരു 1-2 മിസ്റ്റേക്ക് കോമൺ ആയിട്ടുള്ള 2 മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന്, പല ആളുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്ര തന്നെ പ്രാക്ടീസ് ചെയ്യില്ല, പക്ഷെ അതിൽ കൂടുതലായിട്ട് തിയറിറ്റിക്കൽ കൺസെപ്റ്റും കാര്യങ്ങളും അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നുള്ളതാണ്. അപ്പം അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ്. അഥവാ ഒരു ദിവസം നമ്മൾ 3 മണിക്കൂർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ 2 മണിക്കൂറൊക്കെ മതിയാവും നമ്മുടെ സബ്ജക്ട് അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് വായിക്കാനും വേണ്ടി നമുക്ക് വേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സ്മാർട്ട് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 23 സബ്ജക്റ്റും പേപ്പർ 2ഉം അതേപോലെ 10 സബ്ജക്റ്റും പേപ്പർ 1ഉം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളതല്ല, അതല്ലെങ്കിൽ അതിലുള്ള നോളജ് കൂട്ടുക എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം മാർക്ക് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് കുറെ സബ്ജക്ട് നോളജ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് കുറെ മാർക്കാണ്. ആ മാർക്ക് കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ കാര്യമുള്ളൂ. സോ കൂടുതൽ പഠിക്കണം എന്നുള്ള ചിന്താ രീതിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കൂടുതൽ മാർക്ക് വേണം എന്നുള്ള ചിന്താ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സ്മാർട്ട് വർക്ക് കൊണ്ട് ഉദ്ദേശിച്ചതാണ് ഒരുപാട് സമയം 8 മണിക്കൂറൊക്കെ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഒരുപക്ഷെ നമുക്ക് 4 മണിക്കൂറിലേക്ക് ചുരുക്കാൻ പറ്റും. സോ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. അതുപോലെ തന്നെ റിവിഷൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. 1-2 തവണ ചെയ്താൽ പോരാ, വീണ്ടും 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 നമ്മൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരേ ലെവലിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരേ ലെവലിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഓരോ ദിവസം നമ്മൾ പഠിക്കുന്ന സമയത്തിന്റെ ആ ഒരു ദൈർഘ്യം കുറച്ചു വരരുത്. കൂട്ടിയാലും അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താലും നമുക്ക് ആ ഒരു സബ്ജക്ട് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് UGC നെറ്റ് ട്രാക്ക് ചെയ്യാൻ നമുക്ക് മിനിമം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ നോക്കുക, നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നോക്കുക, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പേപ്പർ 1ന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പേപ്പർ 2 മാത്രം മാക്സിമം കവർ ചെയ്യുക. പേപ്പർ 1ൽ ചിലപ്പം അവസാനത്തെ ഒരു 10 ദിവസം ചിലപ്പോൾ എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് നോക്കുന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു ദിവസം
നമ്മൾ ഒരു 4-5 മണിക്കൂർ നമ്മൾ സബ്ജക്ട് പേപ്പർ 2 പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പേപ്പർ 1നും 1-2 മണിക്കൂർ മാറ്റി വെക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1-2 മണിക്കൂറെങ്കിലും പേപ്പർ 1ന് നമ്മൾ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. പേപ്പർ 1 ഒരു ഫോക്കസും കൊടുക്കാതെ പോയി എഴുതുന്ന എത്രയോ ആളുകളെ സബ്ജക്ട് നന്നായിട്ട് വായിച്ചിട്ട് പോയി എഴുതുന്ന ആളുകൾ അറിയാം. പേഴ്സണലി പല ഫ്രണ്ട്സിനും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പല ആളുകൾക്കും ഈ വീണ്ടും വീണ്ടും നെറ്റ് കിട്ടിയിട്ട് JRFലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാതെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ പേപ്പർ 1ൽ അത്ര ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് പേപ്പർ 1നും കൂടെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി സ്റ്റഡി ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ തിയറി ഒരു ദിവസത്തെ ഒരു പ്ലാൻ ആണ് പറയുന്നത്. നമ്മൾ ഒരു ദിവസം തിയറി പഠിക്കണം. അതേ ദിവസം തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. ആ ലാസ്റ്റ് മിനിറ്റ് നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മൾ താഴെ പറയും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഒരു ദിവസം ഒരു 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ തിയറി നോക്കുക. അതുപോലെ തന്നെ 1 മണിക്കൂറെങ്കിലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നോട്ട് നോക്കുക. ബാക്കി 3 മണിക്കൂറെങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഇവിടെ തിയറിയിൽ നമുക്ക് കൺസെപ്റ്റ് നമ്മുടെ നോളജ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസെപ്റ്റുകൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നോട്ടാണ് ഈ ലാസ്റ്റ് മിനിറ്റ് നോട്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. ഇവിടെ നോക്കുക, പ്രിപ്പയർ ലെക്ചർ നോട്ട് ഓൺ ഈച്ച് സബ്ജക്ട് ഫോർ ദ കൺസെപ്റ്റ്. ഇവിടെ ഓരോ സബ്ജക്റ്റിനും നമ്മൾക്ക് ഈ ഒരു നോട്ട് ഉണ്ടാക്കുന്ന ലെക്ചർ നോട്ട് അഥവാ നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ലെക്ചർ നോട്ട് ഓൺ ഈച്ച് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. ഇനിയിപ്പോ 4 ഇല്ലെങ്കിലും അതിൽ 2-3 ഓപ്ഷൻ തമ്മിൽ എന്തായാലും ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. സോ ആ ഓരോ ഓപ്ഷനെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ആ ഓപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ ഒരു നോട്ട്. അതാണ് ഇവിടെ ലെക്ചർ നോട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സബ്ജക്റ്റിന്റെ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്യുക. അതിന് പുറമെ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തും ഒരു ക്വസ്റ്റ്യനിലുള്ള ഓരോ ഓപ്ഷനും ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് കൂടെ നമ്മൾ നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് പറയാൻ കാരണം ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കുറച്ച് കൺസെപ്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്നൊക്കെ ഒരുപാട് മാറി. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും 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 ചോദിച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞ പോലെ ഇപ്പം കുറച്ചും കൂടെ ഡെപ്ത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഈ ജനറൽ പേപ്പർ ആണെങ്കിലും സബ്ജക്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ ഡെപ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഡെപ്ത് എന്ന് വരുമ്പം അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിൽ നമുക്ക് നോളജ് വേണം. അപ്പം ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിലാണ് കൂടുതലും കുറച്ചും കൂടെ അഥവാ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെ വീണ്ടും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ചോദിക്കാം. പക്ഷെ ചോദിക്കുന്നത് വേറെ രീതിയിലോ അല്ലെങ്കിൽ വേറൊരു കൺസെപ്റ്റിലോ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഓരോ ഓപ്ഷനെയും കുറിച്ചിട്ട് മാക്സിമം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ PYQ അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക. അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ ടോപ്പിക് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്കൊരു 25ഓളം സബ്ജക്റ്റുകളിൽ ഒരു 8 മുതൽ 10 വരെ സബ്ജക്റ്റുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഒന്നും നോക്കാതെ നമുക്ക് പോകാൻ പറ്റും. എന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു ട്രെൻഡ് അറിയണം. അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നേ വേണം. അതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു സ്ലൈഡിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. ദെൻ പ്രിപ്പയർ ലാസ്റ്റ് മിനിറ്റ് നോട്ട്. ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ്, പ്രോപ്പർട്ടീസ്, ടേബിൾസ്, ന്യൂമറിക്കൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നോട്ടും കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റാ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഡാറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ. അതിലൊക്കെ നമുക്ക് അതിന്റെയൊക്കെ കോംപ്ലക്സിറ്റി ഉണ്ട്. നമ്മൾ അത് ടേബിളായിട്ട് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ POC നോക്കുകയാണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഉണ്ട്.
അല്ലെ? അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സെറ്റും റിലേഷനൊക്കെ നോക്കുകയാണെങ്കിൽ സിമെട്രിക്, റിഫ്ലെക്സീവ്, ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞ പല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ട്. അതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. എത്ര മാക്സിമം നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അസിമെട്രിക് റിലേഷൻ ഉണ്ടാവാം, അങ്ങനെയുള്ള അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ സബ്ജക്ട് കവർ ചെയ്തിട്ടുള്ള ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് പ്രോപ്പർട്ടീസും ഒരുപാട് ടേബിൾസും അതുപോലെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ന്യൂമറിക്കൽ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്റ്റർ തിയറം വെച്ചിട്ട് നമ്മൾ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റാ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ കാണാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ലാസ്റ്റ് മിനിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിമിലർ ആയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിന്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് അതിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം സിമിലർ ആയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് UGC നെറ്റിന്റെ സിമിലർ ആയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളെ ഗേറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അഥവാ ഒരുപാട് ഗേറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെറ്റ് എക്സാമിൽ പിന്നീട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2003 മുതൽ 2015 വരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് 2010 മുതൽ 2020 വരെയുള്ള UGC നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് ഗേറ്റ് എക്സാമിന്റെയും കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. പല വെബ്സൈറ്റുകളിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 991 മുതലുള്ള ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. 2004 മുതലുള്ള UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. 2007 മുതലുള്ള ISROയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ സിമിലർ ട്രെൻഡ് അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ISROയുടെ ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഗേറ്റിന്റെ ഏകദേശം 33ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റിന്റെ ഏകദേശം 42ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിന് പുറമെ സിമിലർ ആയുള്ള മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ നടക്കുന്ന ഒരു സെറ്റ് എക്സാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീലി അവൈലബിൾ ആയില്ലോ. നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കർണാടക സെറ്റ്, ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം അതാണ്. നമ്മൾ ഗേറ്റും നെറ്റും ISR ഒക്കെ മിക്ക ആളുകളും ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാവും. കർണാടക സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതും നെറ്റിന്റെ അതേ ലെവലും അല്ലെങ്കിൽ നെറ്റിന്റെയും ഗേറ്റിന്റെയും ഇടയിലുള്ള ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. കർണാടക സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കീയും അവൈലബിൾ ആണ്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സിമിലർ ആയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, അതൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ഓരോന്നിന്റെയും ക്വസ്റ്റ്യന്റെ താഴെ, നേരെ ക്വസ്റ്റ്യൻ താഴെയല്ല, ഏറ്റവും താഴെ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അവസാന പേജുകളിലായിട്ട് അതിന്റെയൊക്കെ എക്സ്പ്ലനേഷനും ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ വീണ്ടും വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും ആദ്യം ക്വസ്റ്റ്യൻ മാത്രം കണ്ടിട്ട് അതെങ്ങനെയാണ് നമ്മൾക്ക് സോൾവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ബാക്കിൽ പോയിട്ട് അത് സോൾവ് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ നോക്കുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മാക്സിമം ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് UGC നെറ്റ് എക്സാമിൽ. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മളെ ലാസ്റ്റ് മിനിറ്റ് നോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇത് ലാസ്റ്റ് മിനിറ്റ് നോട്ട് ഓരോ സബ്ജക്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ പറഞ്ഞുള്ളത്. നോക്കുക, ഒന്ന് തിയറി, ലാസ്റ്റ് മിനിറ്റ് നോട്ട്, അതേപോലെ PYQ. ഈ 3 കാര്യം ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ലെക്ചർ നോട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഓപ്ഷനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് PYQ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഇക്വേഷൻസ്, പ്രോപ്പർട്ടീസ്, ടേബിൾസ്, ഷോർട്ട് കട്ട് മെത്തേഡ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിമിലർ ആയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക, സോൾവ് ചെയ്ത് പഠിക്കുക, ഈ ലാസ്റ്റ് മിനിറ്റ് നോട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആയിട്ടും JRF എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ദെൻ എങ്ങനെയാണ് നമ്മൾ ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാം? നമ്മൾ പറഞ്ഞു ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ PYQനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം, അതേപോലെ സിലബസും എന്നിട്ട് നോക്കുക. എന്നിട്ട് ആ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും നമുക്ക് നോക്കിയിട്ട് നമുക്ക് അറിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ അതിനുവേണ്ടി നമ്മൾ ഹോൾ സിലബസ് എക്സ്പ്ലോർ ചെയ്യണം.
എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് അറിയുന്ന ടോപ്പിക്കുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടന്റ് എന്ന് അറിയണമെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം പറ്റണം. അപ്പൊ അത് മനസ്സിലാക്കാനാണ് നമ്മൾ PYQ ആദ്യം ഒന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞത്. ദെൻ അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സിലബസിൽ നമ്മൾ ഒരു ഹൈലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തതെന്നും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമ്മൾ അതിൽ അടയാളപ്പെടുത്തുക. അതേപോലെ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ സിലബസിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഡെയിലി റൂട്ടീനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സിലബസും കൂടെ വെച്ചിട്ട് നമ്മൾ ടോപ്പിക്കുകൾ അനലൈസ് ചെയ്തിട്ട് ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റിയെന്ന് അനലൈസ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകളായിരിക്കും ചിലപ്പം ഡിഫിക്കൽട്ടി. എനിക്ക് ഡിഫിക്കൽട്ടി ആയുള്ള സബ്ജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ലെവലും അനുസരിച്ച് നിങ്ങളുടെ ഒരു നോളജും അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഈസി ഫീൽ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് കോർ പേപ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതെല്ലാം ഷുവർ ആയിട്ടും പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സിലബസിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം ഫോളോ ചെയ്തിട്ട് നമുക്കത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താൽ മതിയാവും. സോ ഇവിടെ നോക്കുക, നമുക്ക് 10 യൂണിറ്റുകളാണ്. പേപ്പർ 1നെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പേപ്പർ 1 ഓൾറെഡി നിങ്ങൾക്ക് ഒരു സെഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പേപ്പർ 2നെ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ട്. ML എഴുതിയത് മാത്തമാറ്റിക്കൽ ലോജിക് ആണ്. അതേപോലെ തന്നെ സെറ്റ് ആൻഡ് റിലേഷൻ ഉണ്ട്, പിന്നെ കൗണ്ടിങ് പ്രോബബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫ് തിയറി ഉണ്ട്, ഗ്രൂപ്പ് തിയറി ഉണ്ട്. GT ഗ്രാഫ് തിയറിയാണ്, നെക്സ്റ്റ് GT ഗ്രൂപ്പ് തിയറിയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോബബിലിറ്റിയും ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ബൂളിയൻ ആൾജിബ്ര ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, മൈക്രോ പ്രോസസർ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ അഥവാ COI വരുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്, മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് C++, ജാവ. പിന്നെ വെബിൽ നമുക്ക് വരുന്നത് HTML, അതുപോലെ തന്നെ DHTML, XML, ജാവാസ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിന് പുറമെ നമുക്ക് ഇവിടെ മൂന്നാമത്തെ യൂണിറ്റിലുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. ദെൻ നാലാമത്തെ യൂണിറ്റ് നമുക്ക് വരുന്നത് DBMS, പിന്നെ ഡാറ്റ മൈനിങ് ആൻഡ് വെയർ ഹൗസ്, ബിഗ് ഡാറ്റ, NoSQL. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ. ദെൻ അഞ്ചാമത്തെ യൂണിറ്റിൽ സിസ്റ്റം സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മെയിൻ ആയിട്ട് വരുന്ന 2 സബ്ജക്റ്റുകൾ. ആറാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രമാണ്. ഏഴാമത്തെ യൂണിറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ആണ്. എട്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് TOC ഉണ്ട്, അതേപോലെ തന്നെ കമ്പൈലേഴ്സ് ഉണ്ട്. ദെൻ ഒമ്പതാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇതിന് പുറമെ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ലാസ്റ്റ് യൂണിറ്റിൽ AI-യും അതേപോലെ NLP ആണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മൊഡ്യൂള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്, ഈ 2 മെയിൻ സബ്ജക്റ്റുകളാണ് വരുന്നത്. സോ നോക്കുക, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഓരോ മൊഡ്യൂൾ വൈസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ JRF ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നോക്കുക, മൊഡ്യൂൾ 1 ഗ്രൂപ്പ് തിയറി അതിനുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഒരു സമയം നമ്മൾ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്ന് ഉള്ള രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഗ്രൂപ്പ് തിയറി അതിൽ വരുന്ന ഒന്നാണ്. ഗ്രാഫ് തിയറി നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഗ്രൂപ്പ് തിയറി അങ്ങനെയല്ല. ഗ്രൂപ്പ് തിയറി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻസും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് വരുന്നത്, LPP ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഇതൊന്നും 1-2 അല്ലെങ്കിൽ 1% ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതൊന്നും ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ കൗണ്ടിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആൻഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി, ഇതും ചില ആളുകൾക്ക് ഈ കൗണ്ടിങ് മാത്തമാറ്റിക്കലൊക്കെ ചിലപ്പോൾ എളുപ്പമായിട്ടുള്ള ഏരിയ ആയിരിക്കും, ചില ആൾക്ക് അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ വരുന്നത് ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷന്, അതുപോലെ തന്നെ പീജിയൻ ഹോൾ പ്രിൻസിപ്പിള്, പിന്നെ നമ്മുടെ പെർമ്യൂട്ടേഷന്, കോമ്പിനേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൗണ്ടിങ് മാത്തമാറ്റിക്കല് ആൻഡ് ഇൻഡക്ഷനിൽ വരുന്നത്. അതുപോലെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിയിൽ വരുന്നത് പ്രോബബിലിറ്റി ബേസ് ചെയ്തുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കുറച്ച്
ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊഡ്യൂൾ 1 നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ മൊഡ്യൂൾ 1 എന്തൊക്കെയുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സ്ലൈഡിൽ മൊഡ്യൂൾ 1 എന്തൊക്കെയാണ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണമെന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുക, മൊഡ്യൂൾ 2 നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമുക്കൊന്നും അവിടെ സ്കിപ്പ് ചെയ്യാനില്ല. പക്ഷേ ചില ടോപ്പിക്കുകൾ നമുക്ക് ചെറിയ രീതിയിൽ പഠിച്ചാൽ മതി, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. മൊഡ്യൂൾ 3 നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമുക്ക് വേണമെന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അഥവാ നമ്മൾ ഫുള്ളായിട്ട് ഒരു കൺസെപ്റ്റ് ലെവലിൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഞാനൊന്നും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിച്ചിട്ടേ ഇല്ല, അതിൽ പ്രത്യേകിച്ച് ഒരു വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. എന്നാൽ പോലും അത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ള ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മൊഡ്യൂൾ 4 ബിഗ് ഡാറ്റ, ഡാറ്റ മൈനിങ്, നോയ്സ് ഫീൽഡ്, ഇതൊക്കെ പുതിയ പുതിയ ടോപ്പിക്കുകളാണ്. അപ്പൊ ഇതിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ചെറിയൊരു ശതമാനം മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൺസെപ്റ്റ് ലെവൽ നമ്മൾ ഇതിനൊന്നും ഒരു വലിയൊരു നോട്ട് ഉണ്ടാക്കി പഠിക്കണം എന്ന് ആവശ്യമില്ല. എന്നാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഈ ബിഗ് ഡാറ്റയും ഡാറ്റ മൈനിങ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ, അതേപോലെ അതിലുള്ള ഓപ്ഷനും കൂടെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, മൊത്തം കൺസെപ്റ്റ് ഒന്നും വേണ്ട, ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് വലിയ രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 5 നമുക്ക് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഏരിയ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെർച്വൽ മെഷീൻ ആൻഡ് സെക്യൂരിറ്റി, ഈ ഏരിയാസ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മൊഡ്യൂൾ 5. അതുപോലെ മൊഡ്യൂൾ 6 പിന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. മൊഡ്യൂൾ 7 ഡാറ്റ സ്ട്രക്ചർ ആണ്. അതൊക്കെ കോർ ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരിക്കലും ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. പിന്നെ അതുപോലെ 8 നമുക്ക് TOCയും കമ്പൈലേഴ്സും ആണ്. TOCയിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല, പക്ഷെ കമ്പൈലേഴ്സിൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പൈലേഴ്സിന് ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 9ാമത്തെ മൊഡ്യൂൾ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമുക്ക് പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ ഇതും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കൺസെപ്റ്റ് വൈസ് നമ്മൾ അങ്ങനെ ഒന്നും പഠിക്കാതെ ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. സോ കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, IoT, ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റിലെ AI നമ്മൾ എന്തായാലും പഠിക്കണം. പക്ഷെ NLP നമ്മൾക്ക് പഠിക്കണം എന്ന് അത്ര നിർബന്ധമില്ലാത്തൊരു ഏരിയ ആണ്, കാരണം വളരെ റയർ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകളാണ്. ഇനി ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കണം, അതും നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഇവിടെ മസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മൊഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ ലോജിക്, ഈ മൊഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ ലോജിക്കിലാണ് നമ്മളെ പ്രൊപ്പോസിഷൻസും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ്സ് ലോജിക് ഒക്കെ വരുന്നത്. അവിടെ കുറെ ഇൻഫറൻസ് റൂളുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയുള്ളൊരു ടോപ്പിക്കാണ്. ഇൻഫറൻസ് റൂളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. സോ അതാണ് മാത്തമാറ്റിക്കൽ ലോജിക്കിൽ പറയുന്നത്. പിന്നെ സെറ്റ് ആൻഡ് റിലേഷന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് ഓപ്പറേഷൻസും റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതും അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫോർമുലാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമെട്രിക്, അസിമെട്രിക്, അങ്ങനെ കുറെ അതിന്റെയൊക്കെ ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈക്വലൻസ് റിലേഷന്, പോസെറ്റ്, പാർഷ്യൽ ഓർഡറിംഗ് റിലേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ആൻഡ് റിലേഷനിൽ നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്, അഥവാ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം ഇത് ഒക്കെ മാക്സിമം കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്നാല് ഫുള്ളായിട്ട് നമ്മൾ അതിന്റെ ബാക്കിൽ പോകണ്ട. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് സാധാരണ ചോദിക്കുന്ന ഏരിയ മാത്രം കവർ ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതിയാവും. ഈ ഒരു ഏരിയസ് ഒക്കെ ഞാൻ ഈ ബ്ലാക്കിൽ മാർക്ക് ചെയ്തൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കുകളാണ് അഥവാ സബ്ജക്റ്റുകളാണ്. പക്ഷെ ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഗ്രാഫ് തിയറി കുറച്ചേ ഉള്ളൂ. മാത്തമാറ്റിക്സിന്റെ ഗ്രാഫ് തിയറി കുറച്ച് വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ലിക്കബിൾ ആയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഗ്രാഫ് തിയറിയിലുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ഉണ്ട് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ അതിന്റെ ബേസിക് ടൈപ്പുകളുണ്ട്. പിന്നെ ഷോർട്ടസ്റ്റ് പാത്ത്, മിനിമം സ്പാനിങ് ട്രീ, യൂളേറിയൻ, ഹാമിൽട്ടോണിയൻ, ബൈപാർട്ടേറ്റ്, അതുപോലെ തന്നെ പ്ലാനർ ഗ്രാഫ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഗ്രാഫ് തിയറിയിൽ വരുന്നത്. അപ്പൊ അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക, ആ ഒരു രീതിയിൽ ഫോക്കസ് കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ക്വസ്റ്റ്യന്റെ രീതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ബൂളിയൻ ആൾജിബ്ര നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിൽ വരുന്നത് ബൂളിയൻ ഫംഗ്ഷൻസും അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ ട്രൂത്ത് ടേബിൾ വഴിയൊക്കെ നമ്മൾ റെപ്രസെന്റ് പഠിച്ചിട്ടുണ്ടാവും. അതിന് സിംപ്ലിഫൈ ചെയ്യുന്നതും K-മാപ്പ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ കുറെ റൂൾസ് ഉണ്ട്, അല്ലെ, കുറെ ലോസ് ഉണ്ട്, ബൂളിയൻ ലോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബൂളിയൻ ആൾജിബ്രയിൽ വരുന്നത്. അപ്പം ഇവിടെ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തൊക്കെ കോർ ഏരിയ പോലെയുള്ള സാധനങ്ങളാണ് മാക്സിമം കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈ മാത്തമാറ്റിക്കൽ ലോജിക്കലും സെറ്റ് ആൻഡ് റിലേഷനും കുറച്ചും കൂടെ പ്രോബ്ലം റിലേറ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ട്രിക്ക് വെച്ചിട്ട് അതിലുള്ള കുറെ ഇക്വേഷൻസും അതേപോലെ തന്നെ ചെറിയ ടെർമിനോളജീസും കൺസെപ്റ്റുകളൊക്കെ മാത്രം ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ദെൻ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഡാറ്റ റെപ്രസെന്റേഷൻ നമുക്ക് വരുന്നത് ലോജിക്
നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ കൺവേർഷൻസ്, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻസ്, അങ്ങനെ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാറ്റ റെപ്രസെന്റേഷനിൽ നമ്മൾ നോക്കേണ്ടതുള്ളൂ. കൂടുതലായിട്ട് പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡാറ്റ റെപ്രസെന്റേഷൻ എന്തൊക്കെയാണുള്ളത്. ആ കാര്യങ്ങൾ നോക്കിയാൽ മതി. മൈക്രോ പ്രോസസർ ആണെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് അതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ 8085ഉം 8086ന്റെയും പിൻ ഡയഗ്രാം, അതിന്റെ ആർക്കിടെക്ചർ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു അവയർനെസ് നമ്മൾ കീപ്പ് ചെയ്യുക. അതിലുള്ള ഇന്ററപ്റ്റുകൾ, അതേപോലെ അതിലുള്ള നമ്മളെ ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും മൈക്രോ പ്രോസസറിൽ. ഇനി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ കോറാണ്, അതേപോലെ COA. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. COA എന്ന് ഞാൻ ഒന്നായിട്ട് എടുത്തു പറയുന്നില്ല, എല്ലാ ടോപ്പിക്കും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. COAയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരേ പാറ്റേണിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് ഗേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഓക്കെ. ദെൻ മൊഡ്യൂൾ 3 നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രീതി ഇതാണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു ഡെപ്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയെങ്കിൽ ആ രീതിയിലും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അതല്ലാതെ വലിയൊരു നോട്ട്, അതിന്റെ ഫുൾ കൺസെപ്റ്റുള്ള നോട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ പ്രാവശ്യവും പൊതുവെ ചോദിക്കുന്നത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു നോട്ടിന്ന് ചെയ്യാൻ പറ്റും തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊക്കെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് C++, ജാവ. ഇവിടെ പറയാനുള്ളത് C++, ജാവയിലുള്ള കോർ കൺസെപ്റ്റുകളാണ് നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ടത്. ഇതിലുള്ള ഒരുപാട് ഇപ്പം ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫീച്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അങ്ങനത്തെ കൺസെപ്റ്റുകൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഈ C++, സിന്റെ, ജാവന്റെ ഒക്കെ കോഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നതിനോട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ, ഓരോ പ്രാവശ്യവും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും വരിക. ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രം ചെയ്യുക എന്നുള്ളതിലുപരി നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് കൺസെപ്റ്റിലേക്കാണ്. കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 4ാമത്തെ മൊഡ്യൂൾ DBMS കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. സോ DBMS ഫുൾ ആയിട്ട് പഠിക്കുക. അത് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മൊത്തം അറിഞ്ഞ് പഠിക്കുക. പ്രത്യേകിച്ച് അതിലുള്ള നോർമലൈസേഷന്, ട്രാൻസാക്ഷന്, അതേപോലെ തന്നെ SQL ക്വറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഡാറ്റ മോഡല്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആർക്കിടെക്ചർ, കൺസെപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ദെൻ മൊഡ്യൂൾ 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 5 നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അഥവാ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റവും യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിൽ വരുന്ന മെയിൻ ആയിട്ട് ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അഥവാ CPU ഷെഡ്യൂളിംഗ് ഉണ്ട്, ഡിസ്ക് ഷെഡ്യൂളിംഗ് ഉണ്ട്, മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്, IO മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ പ്രോസസ്, ഡെഡ് ലോക്ക്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ മൊഡ്യൂൾ 6 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റ മോഡൽസും അതുപോലെ തന്നെ അതിന്റെ റിക്വയർമെന്റ് ഡിസൈനും, പിന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടത്, കോൺഫിഗറേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഡെപ്ത് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ മൊഡ്യൂൾ 7 ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന അൽഗോരിതമാണ്. അതില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലൈക്ക് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കൺസെപ്റ്റുകളുണ്ട്, അതിലുള്ള ക്ലാരിറ്റി വരുത്തുക. അതേപോലെ തന്നെ അതിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, ലൈക്ക് സെർച്ച്, സോർട്ട്, ഇങ്ങനെയുള്ള കുറെ ഓപ്പറേഷൻസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലക്സിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാരിറ്റി ഒക്കെ വരുത്തുക എന്നുള്ളതാണ്. ദെൻ കോംപ്ലക്സിറ്റി തിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അഥവാ PNP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയ. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി കാണുന്ന ആ ഒരു ന്യൂമറിക്കൽ ഏരിയ. അതൊക്കെയാണ് ഡാറ്റ സ്ട്രക്ചറിലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒക്കെ വരുന്ന 9ാമത്തെ യൂണിറ്റിൽ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമുക്ക് ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ക്രിപ്റ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, പ്രൈവറ്റ് കീ, അതേപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത്
കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതിയാവും. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ മൊബൈൽ ടെക്നോളജീസ് വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും GSM, CDM എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. കംപ്ലീറ്റ് മൊബൈൽ ടെക്നോളജി സിലബസ് ഒന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മിക്ക സമയത്തും ചോദിക്കാറുള്ളത് ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. GSM, CDM, FDMA, ഈ TDMA എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക, അതിലൊക്കെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കോർ ഏരിയ ആണ്. അതിലൊന്നും നമുക്ക് വിടാനില്ല. എല്ലാ നെറ്റ്വർക്ക് മോഡൽസ് അഥവാ TCP IP മോഡൽ ഉണ്ട്, ISO മോഡൽ ഉണ്ട്, അതിലുള്ള ലെയേഴ്സ്, ആ ലെയേഴ്സിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്ന മൊഡ്യൂളുകളൊക്കെ പറയുന്നത്. അതൊക്കെ പഠിക്കുക. ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പറയുന്നത്. ദെൻ 10ാമത്തെ മൊഡ്യൂള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മുടെ ടൈമും ലാഭിക്കാനും മാത്രമല്ല നമ്മുടെ എഫേർട്ടും ലാഭിക്കാനും. അപ്പം ആ രീതിയിൽ പഠിച്ചാൽ മതിയാവും എന്നുള്ളതാണ് എന്റെ സജഷൻ. അപ്പം ഇതാണ് നമ്മൾ ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. UGC നെറ്റ് ഡിസംബർ 2024 നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നോക്കുക, നമുക്കൊരു ടാർഗറ്റ് സ്കോർ വേണം. 65 മാർക്കെങ്കിലും 100 സ്കോർ ചെയ്യണം എന്നുള്ള ടാർഗറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 100 65 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും JRF എലിജിബിൾ ആയിരിക്കും. കാരണം JRF ജനറൽ കാറ്റഗറിക്ക് പോലും 61 62 മാർക്കൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ അതിന്റെ മേലേക്കുള്ള ഒരു മാർക്ക് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത് 100 പറഞ്ഞുള്ളത്. അപ്പൊ പേപ്പർ 1നും പേപ്പർ 2നും നമ്മൾ സാധാരണ കിട്ടുന്നത് ഇപ്പൊ നമുക്ക് 300 മാർക്ക് വരിക. അങ്ങനെയാണെങ്കിൽ 100 60 മാർക്കെങ്കിലും പേപ്പർ 1 വാങ്ങണം. പേപ്പർ 1 60 മാർക്ക് കിട്ടണമെങ്കിൽ 30 ശരിയാക്കണം. കാരണം 50 ക്വസ്റ്റ്യൻ പേപ്പർ 1 ഉണ്ടാവുക. 30 ഏറ്റവും കുറഞ്ഞത് ശരിയാക്കണം. 30 ശരിയാക്കണമെങ്കിൽ നിങ്ങൾ പേപ്പർ 1 പഠിക്കണം. പഠിക്കാതെ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അല്ല, പക്ഷെ ഡിഫിക്കൽട്ടിയാണ്. പക്ഷെ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചിലപ്പം 20 ശരിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ 40 മാർക്ക് കിട്ടും. പൊതുവെ പല ആളുകൾക്കും കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. ഒന്നും പഠിക്കാതെ പോയ പോലും നമുക്ക് 40 മാർക്ക്. പക്ഷെ ഇവിടുന്ന് ഈ 40 60 ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ തന്നെയാണ് അതിനെ സഹായിക്കുക. അതുകൊണ്ട് ഒരു 60 മാർക്കെങ്കിലും ജനറൽ പേപ്പറിൽ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഒരു 135 മാർക്കെങ്കിലും മിനിമം പേപ്പർ 2 ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കുക. 135 എന്ന് പറയുമ്പോൾ അത് 200 135 ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മളൊരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക. അഥവാ ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു പ്ലാൻ പറയുന്നുണ്ട്. ഈ വീക്ക് ഡേയ്സിലൊക്കെ നമ്മൾ ഒരു പക്ഷേ വർക്ക് ചെയ്യുന്ന ആളുകളോ അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളുകളോ മറ്റെന്തെങ്കിലും എൻഗേജ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ നോക്കുക. ഇവിടെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു 4:30 to 7:30 നമുക്ക് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ നോക്കുക. 4:30 to 7:30 എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. നമ്മൾ 3 അവർ ഒരു ദിവസം PYQന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. നമുക്ക് 100 കൂടുതൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് UGC നെറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് കിട്ടും. 100 കൂടുതൽ 150 ആ ലെവലിലൊക്കെ നമുക്ക് പേപ്പർ കിട്ടും, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ. ഇനി അത്രയൊന്നും നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 50 60 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നോക്കണം. ആ ഒരു 60 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യണം. 2 പ്രാവശ്യമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ നമ്മുടെ മൈൻഡിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിൽക്കുള്ളൂ. സോ ഒരു പുലർച്ചെയുള്ള സമയത്തൊക്കെ സബ്ജക്ട് പഠിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് നമുക്ക് PYQ നോക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു 7:30 to 8:30 നമുക്ക് പറ്റുമെങ്കിൽ പേപ്പർ 1 അഥവാ 7:30 PYQ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പഠനം നിർത്താതെ 1 മണിക്കൂറെങ്കിലും നമ്മൾ പേപ്പർ 1 ഫോക്കസ് കൊടുക്കുക. വീണ്ടും ഈവനിങ്ങിൽ ഇതേപോലെ തന്നെ 7 to 9 തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് അഥവാ നമ്മളെ സബ്ജക്ട് നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ സബ്ജക്ട് നോളജും അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ടും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് രാത്രി വായിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്, അഥവാ ലേറ്റ് നൈറ്റ് ഒക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും, പുലർച്ചയായിരിക്കും. അപ്പം അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 to 7 hours പെർ ഡേ നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് വീക്കെൻഡ്സ് വരുമ്പം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ഫ്രീ ഉണ്ടാവും. രാവിലെ ഒരു 10:30 to 12:30 മോർണിംഗ് ടൈമിൽ ഫോർനൂൺ സമയത്ത്
ന്യൂമറിക്കൽസ് അതേപോലെ റിലേറ്റഡ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ സമയത്ത് PYQ മോക്ക് ടെസ്റ്റുകളൊക്കെ, ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം എന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്ര ഹവേഴ്സ് എങ്കിലും പെർ ഡേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതും ഇവിടെ പറഞ്ഞ പോലെ PYQക്ക് കൂടുതൽ സമയം, അതിലും കുറച്ച് സമയം നമ്മുടെ സബ്ജക്റ്റിന്, അതിലും കുറച്ചും കൂടെ സമയം കുറച്ചിട്ട് നമ്മളെ പേപ്പർ 1-ന്, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അതും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നമ്മൾ JRF ക്രാക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് നമുക്ക് കഴിയുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഡിസംബർ 2024 ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു 3 മാസത്തേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 2025 ജൂൺ എക്സാമിനാണെങ്കിൽ നമ്മുടെ മുന്നിൽ 8 മാസത്തോളം സമയമുണ്ട്. നമ്മളെ വരുന്ന 2024 ഈ ഡിസംബറിലെ എക്സാം നമ്മളെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എക്സാം എഴുതുക. അതിൽ കിട്ടിയ മാർക്കിനേക്കാളും ഒരു 24 മാർക്ക്, അത് നമ്മൾ 300-ലാണ് 24 പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 8 to 10 മാർക്കെങ്കിലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് JRF കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ ഒരു വരുന്ന 2024 ഡിസംബറിലുള്ള എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കാണാം. സെക്കൻഡ് അറ്റംപ്റ്റിൽ അതിനേക്കാളും ഒരു 8-10 മാർക്ക് നിങ്ങൾ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ JRF ഷുവർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ, ഇപ്പൊ ഈ ഒരു ഡിസംബറിലെ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു 2 മാസം കൊണ്ട് പേപ്പർ 1-നും പേപ്പർ 2-നുള്ള സബ്ജക്ട് നോട്ട്സ് ഒന്നും കൂടെ എൻട്രി ചെയ്യുക. മാക്സിമം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസംബറിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ ടോപ്പിക് പ്രിയോറിറ്റൈസേഷൻ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ പേപ്പർ 1-ന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് അടുത്ത ജൂൺ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യണം എന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത ഒരാളാണെങ്കിൽ, ഒരുപക്ഷെ എനിക്കറിയാം ഇപ്പം തൊട്ടടുത്ത മാസം HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകളും ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പരിചയമുള്ള ആളുകളൊക്കെ പല ജോലികളിൽ നിന്നും വിട്ടു നിന്നിട്ട് ജോലിക്ക് പോവാതെ 2, 3, 4 മാസം ലീവ് എടുത്ത് പഠിച്ച ഒരുപാട് ആളുകൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുത്തൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു 3 മാസം ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സ്ട്രാറ്റജിയും കൂടിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സെയിം സ്റ്റഡി സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ 2024 ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞ് അതേ സ്ട്രാറ്റജി. ഓക്കെ, അഥവാ നമ്മുടെ ആ ഒരു പ്രിയോറിറ്റൈസേഷൻ, ടോപ്പിക് പ്രിയോറിറ്റൈസേഷൻ അതേപോലെ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ കണ്ടില്ല, നമ്മൾ മോർണിംഗ് സമയത്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു 4:30 to 8:30 എന്ന് പറയുമ്പോൾ 4 hours UGC നെറ്റ്, അതേപോലെ തന്നെ ISRO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്യുന്നതാണ്. അറൌണ്ട് 95+ പേപ്പേഴ്സ് UGC നെറ്റും ISROയും ഗേറ്റും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ 95 എന്ന് പറഞ്ഞാൽ അറൌണ്ട് 90 നിങ്ങൾ കൂട്ടിക്കോളൂ. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 90 എന്ന് പറയുമ്പോൾ 3 മാസം നോക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പോരാ, ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും 2 തവണയെങ്കിലും റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് 4 hours എങ്കിലും PYQന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 10:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചവരെ നമ്മുടെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്, നമുക്ക് ഉറക്കൊന്നും വരാത്ത ഒരു സമയമായിരിക്കും. അപ്പൊ നമുക്ക് വായിക്കാനുള്ള ഒരു മൂഡൊക്കെ ഉണ്ടാവും. തിയറിറ്റിക്കൽ കൺസെപ്റ്റ്, സബ്ജക്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് പ്രിപ്പറേഷൻ, ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും ആഫ്റ്റർനൂൺ നമ്മളൊരു ഉച്ചമയക്കത്തിന്റെ ഒരു സമയമാകുമ്പോൾ നമുക്ക് വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ന്യൂമറിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള PYQ ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുക. ഗേറ്റ് ഓവർഫ്ലോ പോലുള്ള സൈറ്റുകൾ ഒരുപാട് UGC നെറ്റ് എക്സാമിനൊക്കെ സഹായകമാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു 2 hours എങ്കിലും, ഞാനിവിടെ ഈവനിങ് 7 to 9 കൊടുത്തുള്ളത്, 2 hours എങ്കിലും ഡയലി ജനറൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നല്ല രീതിയിൽ ഒരു ജനറൽ പേപ്പറിലുള്ള ഒരു അവയർനെസ്, ഒരു നോളജ് നമുക്ക് കിട്ടും. അത് വലിയ രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ. സോ ഈ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക.
നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ഡിസംബർ എക്സാമിന് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇത് ജൂണിലേക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതേ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാക്സിമം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം കൊണ്ട് ഈ സെയിം നമ്മളിവിടെ പറഞ്ഞ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ്, ഷുവർ ആയിട്ടും നിങ്ങൾക്ക് JRF എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പ് തരാൻ പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, നിങ്ങൾക്ക് JRF എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ. സോ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ആയുള്ള റിസോഴ്സസ് ആണ്. ഒന്ന്, മാക്സിമം PYQs എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2022 അല്ല 2024 സോറി 2022 മുതൽ 2024 വരെയുള്ള UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 2022 വരെയാണ് ഈ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ netcomputerscience.com. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആക്സസ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലനേഷൻ ഒന്നും ഈ ഒരു സൈറ്റിൽ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് UGC നെറ്റ് എക്സാമിന് പഠിച്ച സമയത്ത് വെറും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഥവാ ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഇതിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മൾ 2004 മുതൽ 2022 വരെ വന്നിട്ടുള്ള എല്ലാ UGC നെറ്റ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സൊല്യൂഷൻ അഡ്ഡ. സൊല്യൂഷൻ അഡ്ഡ മുൻപൊക്കെ ഫ്രീ ആയിരുന്നു, പക്ഷെ അതിപ്പോ ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം പോലെ ആയിട്ടുണ്ട്. അതൊരു പാക്കേജ്, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഫീ എന്തെങ്കിലും നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ മാറ്റിയിട്ടുണ്ട്. സോ സൊല്യൂഷൻ നല്ലൊരു ഓപ്ഷനാണ്. സൊല്യൂഷൻ ആയിട്ടും ഇതേപോലെ തന്നെ ഗേറ്റ്, നെറ്റ്, അതേപോലെ തന്നെ ISRO ഇങ്ങനെയുള്ള പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പലതിനും എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സൈറ്റ് ആണ് സൊല്യൂഷൻ ഡാറ്റ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓവർഫ്ലോ ആണ്. ഗേറ്റ് ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള IIT NIT-കളിലൊക്കെ അവിടെ നിന്നൊക്കെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ആളുകളുടെ വലിയൊരു ഫോറമാണ് ആക്ച്വലി ഗേറ്റ് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഗേറ്റ് ഓവർഫ്ലോയിൽ ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് MEDC പബ്ലിക്കേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക്. എനിക്കൊന്ന് 2004 മുതൽ 2023 വരെയുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള അതിനൊക്കെ എക്സ്പ്ലനേഷനും അതിനൊക്കെ ആൻസേഴ്സും ഉള്ള MEDC പബ്ലിക്കേഷന്റെ ബുക്ക് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. അതും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിയിട്ട് അതും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതിനൊക്കെ പുറമെ നമുക്ക് ഈ ന്യൂമറിക്കൽസും അതേപോലെ തന്നെ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ചില യൂട്യൂബ് ചാനൽസിനൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു വെബ്സൈറ്റ് ആണ് ഗേറ്റ് വിദ്യാലയ. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് ആണ് നോളജ് ഗേറ്റ്, ഗേറ്റ്സ് മാച്ചേഴ്സ്, രവീന്ദ്ര ബാബു റവള എന്നൊക്കെ പറഞ്ഞ ഈ 3 ചാനൽസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചാനൽസ് ആണ്. അപ്പം ഇതിലൊക്കെ കൂടുതലും കൺസെപ്റ്റുകൾ ഹിന്ദിയിലൊക്കെ വരുന്നത്, എന്നാലും ചിലതൊക്കെ ഇംഗ്ലീഷിൽ വരുന്നതും ഉണ്ട്. പക്ഷെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ കാണുന്ന കൺസെപ്റ്റ് ക്ലാരിറ്റിക്കൊക്കെ വേണ്ടി എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 3 ചാനൽസ് ആണ് ഈ ഒരു 3 ചാനൽസ്. പറ്റുമെങ്കിൽ ഈ 3 ചാനൽസും ഫോളോ ചെയ്തിട്ട് ഇന്നത്തെ കൺസെപ്റ്റുകളും ഒക്കെ ക്ലാരിറ്റി വരുത്തി, അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പല വീഡിയോസിലും ഈ ചാനലുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറമെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ റിസോഴ്സസും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ നോക്കുക. 15ഓളം പേപ്പർ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് 2004 മുതൽ 2011 വരെ. കാരണം ആ സമയത്ത് UGC ആയിരുന്നു UGC നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. UGC എന്ന ബോഡി തന്നെയായിരുന്നു UGC നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 50 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ 13ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പേപ്പർ 2 ഉണ്ട് 2012 മുതൽ 2017 വരെ. അന്ന് CBSE ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 50 ക്വസ്റ്റ്യൻ വീതമാണുള്ളത്. അതേപോലെ തന്നെ 13ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ പേപ്പർ 3 ഉണ്ട്. ഈ 2012 to 2017 കാലഘട്ടത്തിൽ CBSE കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമുകൾ. അന്ന് നമുക്ക് സബ്ജക്ട് 2-ന് മാത്രമായിട്ട് അഥവാ പേപ്പർ 2-ന് മാത്രമായിട്ട് നമുക്ക് 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, പേപ്പർ 2 പേപ്പർ 3. സോ അതാണ് ഇവിടെ പേപ്പർ 2 പേപ്പർ 3 എന്ന് പറഞ്ഞിട്ട് 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അന്ന് CBSE നടത്തിയ സമയമായിരുന്നു. പേപ്പർ 3-ൽ നമുക്ക് പക്ഷേ 75ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും പേപ്പർ 2-നേക്കാളും കുറച്ചും കൂടെ ലെവല് ഒരു കോംപ്ലക്സിറ്റി കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ലെവലായിരുന്നു പേപ്പർ 3.
അതേപോലെ തന്നെ 2018 മാത്രമാണ് ഈ CBSE ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ പേപ്പർ വെച്ചിട്ട് പേപ്പർ 2-ന്. അന്ന് പേപ്പർ 2 പേപ്പർ 3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് 100 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു എക്സാം ആയിരുന്നു. അതായിരുന്നു CBSE ലാസ്റ്റ് നടത്തിയ എക്സാം. അതിനുശേഷം മുതൽ പിന്നെ NT ആണ് എക്സാം നടത്താൻ തുടങ്ങിയത്. അതായത് 10ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പേപ്പർ 2-ല് 2018 ഡിസംബർ മുതൽ 2024 ഇപ്പൊ ഈ കഴിഞ്ഞ ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓരോന്നിലും 100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ 10ഓളം ISROയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 2007-ലും 8-ലും 9-ലും 10-ലൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള പല ISROയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതേപോലെ 33+ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 1991 മുതൽ ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്ന 2023-24 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമുക്ക് മാക്സിമം UGC നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ കളക്ട് ചെയ്യുക. ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ പറഞ്ഞ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രീലി അവൈലബിൾ ആയുള്ള പല വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കുക, ഡൗൺലോഡ് ചെയ്യുക, അതിൽ ചെയ്ത് പഠിക്കുക, അതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇതിന് കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഒന്ന്, മാക്സിമം PYQ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇതിന്റെ ബേസ് ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് മാക്സിമം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ സത്യം പറഞ്ഞ JRF-നൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ UGC നെറ്റും അതേപോലെ തന്നെ ISROയുടെയും അതേപോലെ തന്നെ ഗേറ്റും ഈ 3 മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറത്തേക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടത്തുന്ന എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പിന്നീട് നടന്ന 1-2 PSC എക്സാമുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. റാങ്കിൽ മുന്നിലൊക്കെ വരാൻ കാരണമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രാജസ്ഥാൻ സെറ്റ്, അതേപോലെ തന്നെ രാജസ്ഥാൻ നടത്തിയിട്ടുള്ള PSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഛത്തീസ്ഗഡ്, ഇങ്ങനെ ചില സ്റ്റേറ്റുകളുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെയൊക്കെ ആൻസർ കീയും കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്തപ്പം, ആ രീതിയിൽ ഒരു റിസർച്ച് നടത്തിയപ്പം അറിയാൻ പറ്റിയതാണ് ഈ കർണാടക സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതൊക്കെ നമ്മുടെ UGC നെറ്റിന്റെ അതേ ലെവലാണെന്നും അതേപോലെ തന്നെ രാജസ്ഥാൻ സെറ്റും അതേ ഒരു ലെവലിലാണ്. അതൊക്കെ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതിനൊക്കെ നമുക്ക് ആൻസർ കീയും അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് വലിയ രീതിയിൽ സഹായകമാകും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ മാക്സിമം PYQ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ നമ്മൾ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് പല പ്ലാറ്റ്ഫോമുകൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പല വെബ്സൈറ്റുകളൊക്കെ പല ആൻസേഴ്സും റോങ് ആയിട്ടുള്ളതൊക്കെ, അല്ലെങ്കിൽ റോങ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ റോങ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ഒരു റോങ് ആൻസർ കണ്ടു കഴിഞ്ഞാൽ അത് റോങ് ആണോ റൈറ്റ് ആണോ നമുക്ക് മനസ്സിലാണെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു സ്കില്ലാണ്. സോ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാക്സിമം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓരോ ക്വസ്റ്റ്യന്റെയും. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക, അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂളിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പാന്ന് നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ ഡിസ്ക് ഷെഡ്യൂളിങ്, പിന്നെ CPU ഷെഡ്യൂളിങ്, അതേപോലെ തന്നെ പേജിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ചോദിക്കുക ന്യൂമറിക്കൽസ് ആണ്. അപ്പൊ പേജിംഗ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. FIFO, LIFO എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ LRE എന്നൊക്കെ പറഞ്ഞ് ആ പേജ് റീപ്ലേസ്മെന്റിൽ വരുന്ന പേജ് ഫാൾട്ട് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ ഡെഡ് ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് അതിന്റെ കൺസെപ്റ്റ് ആണ്. അവിടെ ന്യൂമറിക്കൽസ് അല്ല കൂടുതലും ചോദിക്കാറുള്ളത്, കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാറുള്ളത്. അപ്പം ആ രീതിയിൽ അതേപോലെ TOC നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മളോട് ചോദിക്കാറുള്ളത് ഈ ക്ലോഷർ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ആ രീതിയിലേക്ക് ചോദിക്കുക. അപ്പം ഓരോ മൊഡ്യൂളിനും ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂളിന്റെയും ഇമ്പോർട്ടൻസ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-ാമത്തെ മൊഡ്യൂള് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു മൊഡ്യൂളാണ് നമ്മൾ 2-ാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ പറയുമ്പോൾ. അങ്ങനെ 2-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും COIയും മൈക്രോ പ്രോസസറും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ 3-ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളാണ്. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാൽ നമുക്ക് ഉണ്ടാവും. നമ്മൾ അതൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ കോഡ് നമ്മൾ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് അത്ര ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതേപോലെ ചില മൊഡ്യൂളിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ ഡാറ്റ സ്ട്രക്ചർ, ഏഴാമത്തെ മൊഡ്യൂൾ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ നമുക്കറിയാം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാവും. 8-9 ക്വസ്റ്റ്യൻസ് മിനിമം മിക്ക നെറ്റ് എക്സാമുകൾക്കും ഡാറ്റ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പം ഓരോ മൊഡ്യൂളിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മാക്സിമം ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവല് മാക്സിമം നമ്മൾ മനസ്സിലാക്കുക. പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡാറ്റ സ്ട്രക്ചറിനൊക്കെ നമുക്ക് കോംപ്ലക്സിറ്റി ബന്ധപ്പെട്ട് മിക്ക ക്വസ്റ്റ്യൻസ് ചോദിക്കല് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊന്നും വരാം. ചിലപ്പം ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ കൺസെപ്റ്റിലുള്ള അതിന്റെ കോംപ്ലക്സിറ്റി എന്താണ്, അതല്ലെങ്കിൽ അതിന്റെ ബെസ്റ്റ് കേസ് എന്താണ്, വേസ്റ്റ് കേസ് എന്താണ്, അതൊക്കെ നമുക്ക് കാണാപാഠം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചില ടോപ്പിക് എന്നൊക്കെ നമ്മളോട് ചോദിക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ചില ടോപ്പിക് നമ്മളോട് ചോദിക്കുക അപ്പം LPP-ലൊക്കെ ആണെങ്കിൽ നല്ല ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പം ആ ഒരു കോംപ്ലക്സിറ്റി ലെവല് മനസ്സിലാക്കാൻ ക്വസ്റ്റ്യന്റെ ഓരോ ക്വസ്റ്റ്യനും കോംപ്ലക്സിറ്റി ലെവൽ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അതിനോട് അപ്രോച്ച് ചെയ്യുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കോംപ്ലക്സിറ്റി കൂടിയ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഫോക്കസ് അത്ര കൊടുക്കാതെ കോംപ്ലക്സിറ്റി കുറഞ്ഞ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗേറ്റ് ഓവർഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഫോറമാണ് ഗേറ്റ് ഓവർഫ്ലോ. സോ ഗേറ്റ് ഓവർഫ്ലോയിൽ മാക്സിമം എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നിങ്ങൾ ചില ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും വരുന്ന ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, പേജ് റീപ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേജ് ഫാൾട്ട്, നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു പോയി കഴിഞ്ഞാൽ അതിന് 8-9 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് പേജ് റീപ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവും. ഡെഡ് ലോക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കാണ്. പക്ഷെ ചില ടോപ്പിക്കുകൾ നമുക്ക് വളരെ റയർ ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം സാധാരണ ചോദിക്കാറുള്ള ഒരേ ഏരിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ PYQ സോൾവ് ചെയ്യുന്നതും അതേപോലെ തന്നെ സബ്ജക്ട് ലാസ്റ്റ് മിനിറ്റ് നോട്ട്, അതേപോലെ തന്നെ ജനറൽ പേപ്പർ, ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ അറ്റ്ലീസ്റ്റ് സെയിം സമയമെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് പറയുന്നത്. ദെൻ നമുക്ക് നെറ്റ് അതല്ലെങ്കിൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കുക, ഒന്ന് ഏറ്റവും ആദ്യം പറയുന്നത് PhD ആണ്. നെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, നെറ്റ് കിട്ടിയാലും JRF കിട്ടിയാലും നമുക്ക് PhD ചെയ്യാനുള്ള വലിയൊരു വിൻഡോ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുന്നത്. നമുക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് PhD ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഈവൻ നെറ്റ് ഉണ്ടെങ്കിൽ പോലും JRF ഇല്ലെങ്കിൽ പോലും. പക്ഷെ അത് നമ്മൾ അതിന് ആ രീതിയിൽ അന്വേഷിച്ചിട്ട് വേണം അതിന് ജോയിൻ ചെയ്യാനുള്ളതാണ്. കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടഡ് പ്രോജക്റ്റ് കിട്ടുന്ന ഗൈഡുകളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കീഴിൽ PhDക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ നിങ്ങൾക്ക് നെറ്റ് മാത്രമേ ഉള്ളൂ, JRF ഇല്ല എന്നുണ്ടെങ്കിൽ പോലും. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫണ്ടഡ് പ്രോജക്റ്റിൽ ഒരു പ്രൊജക്ട് ഫെല്ലോ ആയിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പ്രൊജക്ട് ഫെല്ലോ ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഉള്ളൂ, JRF ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്രൊജക്റ്റിൽ കിട്ടുന്ന ഫണ്ട് ഉണ്ടാവും. ആ പ്രൊജക്ടിന് ഗ്രാന്റ് ഉണ്ടാവും. അതിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് ഫെല്ലോക്ക് നമുക്ക് ഒരു ഗ്രാന്റ് കിട്ടും. ആ ഗ്രാന്റ് നമുക്ക് JRF-ന് കിട്ടുന്ന അതേ ഫെലോഷിപ്പ് മന്ത്ലി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നെറ്റ് കിട്ടിയാൽ പോലും PhDക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫണ്ടഡ് പ്രൊജക്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കിയിട്ട് അവരെ കീഴിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ മറ്റൊരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെക്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി. നെറ്റ് ക്വാളിഫൈയോട് കൂടിയിട്ട് അല്ലെങ്കിൽ JRF ക്വാളിഫൈയോട് കൂടിയിട്ട് കോളേജുകളിലും അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റി ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ തുറന്നു വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് വരും എന്നുള്ളതാണ് മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ കരിയർ ഓപ്പർച്യൂണിറ്റി. ദെൻ വേറൊന്നും പറഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ഓപ്പർച്യൂണിറ്റി. ഇവിടെ റിസർച്ച് അസിസ്റ്റന്റോ റിസർച്ച് അസോസിയേറ്റ് എന്ന ഉദ്ദേശമുള്ളത് ഈ DRDO പോലെയുള്ള
അതേപോലെ തന്നെ ISRO പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഫണ്ടഡ് പ്രോജക്റ്റിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ. ഈവൻ യൂണിവേഴ്സിറ്റികളിൽ പോലും നമുക്ക് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നമുക്ക് റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DRDO, അതേപോലെ തന്നെ ISRO, അതേപോലെ IAC പോലുള്ള യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, മറ്റൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബെല്ല്, അതുപോലെ തന്നെ നമ്മുടെ NCPTL, അങ്ങനത്തെ ഉള്ള കുറെ പബ്ലിക് ആയിട്ടുള്ള വലിയ വലിയ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഫേമുകളുണ്ട്. അങ്ങനെയുള്ള അവിടെയൊക്കെ നമുക്ക് നെറ്റുള്ള ആളുകളെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിവരയിട്ട് പറയേണ്ട ഒരു സാധനം ഈ ഒരു അവസാനത്തെയാണ്. കേരള PSC ലെക്ചർ അൺഒഫീഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്കറിയാം 2017-16 കാലഘട്ടങ്ങളിലാണ് കേരള PSC ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഡിഫറെന്റ് രീതിയിലുള്ള പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 25 കൂടുതലോ ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി ജോലിയിൽ കയറി. 2017-18 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം 8 വർഷം ടൈമാണ്. അഥവാ 2023 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ. രണ്ടും കൂടെ മെർജ് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ 2023 മുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തില് 4-5 ഒഴിവുകളുണ്ട്, ഫുൾ ടൈം ഒഴിവുകളുണ്ട്. അതിന് പുറമെ സിംഗിൾ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒഴിവുകൾ ഏകദേശം 10-20 ഒഴിവുകളുണ്ട്. അപ്പം ഒരു പക്ഷേ ഗവൺമെന്റ് മാറി വരികയാണെങ്കിൽ സിംഗിൾ ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റുകൾ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു കേരള PSCയുടെ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ 2024 എൻഡോട് കൂടിയിട്ട് അത് പുറപ്പെടുവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൺഒഫീഷ്യൽ ആയിട്ട് കിട്ടിയുള്ള ഇൻഫർമേഷൻ ആണ് 2025 ഫസ്റ്റ് സമയത്ത് തന്നെ, അഥവാ ഒരു 6 മാസത്തിനുള്ളിലായിട്ട് 2025 ജനുവരി ജൂണിനുള്ളിലായിട്ട് കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അപ്പം അതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ UGC നെറ്റ് കിട്ടുക അല്ലെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ മുന്നിൽ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിലവിൽ 5 ഒഴിവുകൾ മാത്രമാണ് ഫുൾ ടൈം ആയിട്ടുള്ള 16 അവറുള്ള ഫുൾ വർക്കിലൂടെയുള്ള ഒഴിവുകൾ ഉള്ളൂ എങ്കിൽ പോലും ഇൻഡിവിജ്വൽ അഥവാ നമ്മൾ സിംഗിൾ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൂടെ നിയമനം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഏകദേശം 25-30 വാക്കൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് 2024 ഡിസംബറിൽ നടക്കുന്ന നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇത്തവണ HSST എഴുതിയ ആളുകൾക്കും എഴുതാൻ പറ്റാതെ പോയ ആളുകൾക്കും അവസരം നഷ്ടപ്പെട്ട ആളുകൾക്കും ഒക്കെ വലിയൊരു അവസരമായിരിക്കും. അതുകൊണ്ട് അതിലേക്കുള്ള അടുത്തൊരു ചവിട്ടുപടിയാണ് ഈ ഒരു UGC നെറ്റ് എക്സാം എന്നുള്ളത്. അതിന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പല ആളുകളും ചോദിക്കുന്ന സംശയം, അതല്ലെങ്കിൽ പല ആളുകളും ചോദിക്കുന്ന ഒരു സജഷൻ ഒക്കെയാണ്, ഈ നെറ്റ് എക്സാമിന് നമ്മൾ കോച്ചിങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു സാധ്യത. സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാലും ഒരുപക്ഷെ നെറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കോച്ചിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള വെറും 2-2.5 മാസം കൊണ്ട് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. കാരണം നമ്മൾക്ക് ടൈം ഒരു കൺസ്ട്രെയിന്റ് ആണ്, നമുക്ക് മെറ്റീരിയൽ വേണം, നമുക്ക് സ്റ്റഡി സ്ട്രാറ്റജി വേണം, മോക്ക് ടെസ്റ്റുകൾ വേണം, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ഇതെല്ലാം നമുക്ക് കിട്ടുക ഇങ്ങനെയുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓരോരുത്തരുടെയും ലെവല് ഡിഫറെന്റ് ആണ്. ഒരാള് 1 മാസം കൊണ്ട് പഠിക്കുന്ന സാധനം ഒരാൾക്ക് ചിലപ്പം മറ്റൊരാൾക്ക് ചിലപ്പം 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് 2024 ഡിസംബർ മാസത്തിൽ നടക്കുന്ന UGC നെറ്റ് എക്സാം മാക്സിമം എല്ലാവരും നെറ്റ് ക്വാളിഫൈ ചെയ്യാത്തവരെല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കുക.
നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഓർ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ വിളിക്കാൻ പോകുന്നുണ്ട്. അൺഒഫീഷ്യലായിട്ട് കിട്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഓൾമോസ്റ്റ് അത് ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്യുക. നല്ലൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ മുതലെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നാളെയോ മറ്റന്നാളോ മുതലെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വൈൻഡ് അപ്പ് ചെയ്യാം.